നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മമ്മൂട്ടിയും മോഹൻലാലും ഒരേ സിനിമയിൽ അഭിനയിക്കുന്നത് ഇക്കാലത്ത് ഒരു വാർത്തയാണ്. മുഴുനീള കഥാപാത്രങ്ങളല്ലാതെ ഒരാൾ പ്രധാന കഥാപാത്രവും മറ്റൊരാൾ അതിഥി താരവുമായി എത്തിയാലും പ്രേക്ഷകന് അത് കൗതുകം തന്നെ. മോഹൻലാലിന്റെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് സീറ്റുകളിലൊന്നായ നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർക്ക് ലഭിച്ച സ്വീകരണം ഉദാഹരണം. ഹരികൃഷ്ണൻസിൽ ടൈറ്റിൽ കഥാപാത്രങ്ങളായി ഒരുമിച്ചെത്തിയപ്പോഴും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരേ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒരു കാലത്ത് വാർത്തയായിരുന്നില്ല. 80കളിലായിരുന്നു ആ ട്രെൻഡ് ഏറ്റവും കൂടുതൽ. IV ശശിയുടെയും PG വിശ്വംഭരന്റെയും KS സേതുമാധവന്റെയും ഒക്കെ അനേകം സിനിമകളിൽ ലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തി. ആ ചിത്രങ്ങളിലെ മമ്മൂട്ടിക്കൊപ്പമുള്ള അഭിനയാനുഭവത്തെക്കുറിച്ച് പറയുകയാണ് മോഹൻലാൽ. ഇതുവരെ കരിയറിൽ മത്സര സ്വഭാവം തങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളിലെ പ്രകടനത്തിൽ മാത്രം മമ്മൂട്ടിക്കും തനിക്കുമിടയിൽ ഒരുതരം ആരോഗ്യകരമായ മത്സരം ഉണ്ടാകുമായിരുന്നുവെന്നും ലാലേട്ടൻ പറയുന്നു. ആകെ 54 ചിത്രങ്ങളിലാണ് തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. അത്തരം ചിത്രങ്ങളിലൊക്കെ തങ്ങൾ മത്സരിച്ചിട്ടുമുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ മറ്റേയാളെ മറികടക്കാനെന്നും ലാലേട്ടൻ പറയും. രഞ്ജിത്തിന്റെ കടൽ കടന്ന ഒരു മാത്തുക്കുട്ടിയിലാണ് അവസാനമായി മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ചത്. മാത്യു ജോർജ് എന്ന മാത്തുക്കുട്ടിയായി മമ്മൂട്ടി എത്തിയപ്പോൾ മോഹൻലാലായി തന്നെയാണ് ലാൽ എത്തിയത്. For latest news, like it, share it and subscribe to Filmy Beat Malayalam.